നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു 2017 മോഡൽ ഹോണ്ട സിറ്റി കാറിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ലോ ബീമിൽ ഒരു ഹെല്ല G5 പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ബീമിൽ ഒരു LED, ഫോഗ് ലാമ്പിൽ ഒരു LED. ഈ 3 കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കളർ ടെമ്പറേച്ചർ വന്നിട്ട് നമ്മളൊരു വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാ വാഹനങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നത് വാം വൈറ്റ് ആണ്. ഇതിൻ്റെ കാരണമുണ്ട്, ഈ വൈറ്റ് ലൈറ്റ് പ്രത്യേകിച്ച് എതിരെ വരുന്നവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. ചെറിയ വെളിച്ചങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ ചെറിയ ആക്റ്റീവിറ്റിയൊക്കെ പോലും ലൈറ്റുകളാണെങ്കിൽ പോലും എതിരെ വരുമ്പോൾ നല്ലൊരു ഡിസ്റ്റർബൻസ് ആണ് ഈ വൈറ്റ് ലൈറ്റിന് വരുന്നത്. തന്നെയുമല്ല, നമ്മുടെ ഈ വെതർ കണ്ടീഷൻ മാറി വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ സാഹചര്യങ്ങളിൽ കൂടുതലും മഴ, അതുപോലെ തന്നെ ഫോഗ് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് വൈറ്റ് ലൈറ്റിനേക്കാളും ഒരു വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നത് വാം ലൈറ്റുകൾക്കാണ്. അപ്പോൾ എന്തായാലും ഒരു വൈറ്റ് ഒരു അട്രാക്റ്റീവാണ്, പക്ഷേ വിസിബിലിറ്റിക്ക് കുറച്ച് പോരായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ 4300 എന്ന് പറയുന്ന വാം വൈറ്റ് കളർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇട്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഞാനും ഉപയോഗിക്കുന്നുണ്ട്, കൊടുത്ത എല്ലാവർക്കും തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതും ഇതേ കളർ തന്നെയാണ്. അപ്പോൾ എതിരെ വരുന്നവരുടെ ഈവൻ അതിൻ്റെ കണ്ണിലടിച്ചാൽ പോലും നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ലെവലിലെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈവൻ ഒരു ചില സാഹചര്യങ്ങളിൽ ഈ ലൈറ്റുകൾ നമ്മുടെ ലോ ബീം ആയിക്കോട്ടെ, ഫോഗ് ലാമ്പ് ആയിക്കോട്ടെ, ലെവൽ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡിലുള്ള ലെവലിലെ വ്യത്യാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയേക്കാം. അപ്പോൾ വൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറവുണ്ടാവും, ലൈറ്റിൻ്റെ കണ്ണിലടിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് കുറവുണ്ടാവും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വാം ലൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വാഹനത്തിൻ്റെ ലൈറ്റാണ് ഇന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു പ്രൊജക്ടർ അതുപോലെ തന്നെ LED, ഇതാണ് ഇതിൻ്റെ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാഹനം വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. നമുക്ക് നോർമലി എനിക്ക് തോന്നുന്നു മെജോറിറ്റി കസ്റ്റമേഴ്സും നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ലോ ബീമും ഹൈ ബീമും സെപ്പറേറ്റ് ബൾബുകളാണ്, ഹാലജൻ ബൾബുകളാണ് സെപ്പറേറ്റ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബുകളാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും ഒരു സെപ്പറേറ്റ് ഫോഗ് ലാമ്പുമാണ് ഉള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ താഴെ കൂടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണറിൽ മാത്രമാണ് നമ്മൾ നോക്കിയാൽ വെളിച്ചം കാണുകയുള്ളെങ്കിലും ഒരു DRL എല്ലാം ഉണ്ട്. അതുപോലെ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണിത്. ഇതിൻ്റെ ലോ ബീമാണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം, ഒരു ഹാലജൻ ബൾബ് ഓണായി കഴിയുമ്പോഴുള്ള ഒരു അപ്പിയറൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ബീമാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ ഹൈ ബീം ഇട്ടാൽ പോലും സാധാരണ ഈ വാഹനം എതിരെ വരുമ്പോൾ, ഹോണ്ട സിറ്റി പോലെയുള്ള വാഹനങ്ങൾ എതിരെ വരുമ്പോൾ ഈവൻ ഹൈ ബീമിലാണെങ്കിൽ പോലും വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നും തോന്നാറില്ല. കാരണം അത്രയ്ക്കും ഒരു പൂറായിട്ടുള്ളൊരു ലൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ ഫോഗ് ലാമ്പാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. നമ്മളിനി ഇതിനടുത്തതായിട്ട് നോക്കുന്ന ഒരു വാളിലേക്ക് അഗനസ്റ്റ് ചെയ്ത് ഫേസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ ലോ ബീമിൻ്റെ കാണുന്ന കട്ട് ഓഫ് ഏകദേശം ഇതുപോലെയാണ്. ആ ഒരു റൈറ്റ് സൈഡ് കുറച്ച് താഴ്ന്ന് ലെഫ്റ്റ് സൈഡ് കുറച്ച് പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അത്ര ഷാർപ്പൊന്നും അല്ലെങ്കിലും റോഡിൽ അതതിൻ്റെ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കും. അതായത് എതിരെ വരുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള അപ്പിയറൻസ് ആണ് നമ്മുടെ ലോ ബീമിൻ്റെ കട്ട് ഓഫ്. ഇതിൻ്റെ ഹൈ ബീമാണ്. ഒരു ചെറിയ വേരിയേഷനാണ് വരുന്നുള്ളൂ, എന്നാലും അതിൻ്റെ ഹൈ ബീമാണ്. ഇനി അതിനൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന ഒരു 1100 ലക്സ് ആണ്. ഒരു ആവറേജ് ഔട്ട്പുട്ട് എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ലോ ബീമിൽ ഈ വാഹനത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട്. ഇനി നമുക്കിതിൻ്റെ നോക്കേണ്ടത് ഹൈ ബീമാണ്. ഹൈ ബീമിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 1500 ലക്സ് ആണ്. ഹൈ ബീമിൽ കിട്ടുന്നത് 1500. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ബീമും ഹൈ ബീമും അറ്റ് എ ടൈം ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു അപ്പിയറൻസ്, ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോഴുള്ള അപ്പിയറൻസ് ഇതാണ്. ഫോഗ് ലാമ്പുണ്ട്, അതുപോലെ തന്നെ ലോ ബീമും ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ബീം പാസ് ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ ഹൈ ബീം ഓൺ ആവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈ ബീം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അപ്പിയറൻസ് ചേഞ്ചാണ്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു അപ്പിയറൻസ് ചേഞ്ചാണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നതിൻ്റെ ഫോഗ് ലാമ്പാണ്. ഇവിടെ ഫോഗ് ലാമ്പ് ഓൺ ആയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്കവിടെ ഫോഗ് ലാമ്പിൻ്റെ കട്ട് ഓഫ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു 1 ഫീറ്റ് മുകളിലായിട്ടായിട്ട് ഇതിൻ്റെ കട്ട് ഓഫ്. ഇതിൻ്റെ ലോ ബീമാണ്. നമ്മുടെ സാധാരണ കിട്ടുന്ന പോലെയുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ലോ ബീം കട്ട് ഓഫാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ബീം, അതായത് ഇപ്പോൾ പവർ ചെയ്യുന്ന ഒരു 4 ബൾബുകൾ ഒരുമിച്ചാണ്. 4 ബൾബുകളാണ് ഇപ്പോൾ കിട്ടുന്നത്. ലോ ബീം തന്നെ ഹൈ ബീമാവും, അതുകൂടാതെ നമ്മുടെ സെപ്പറേറ്റ് ഹൈ ബീമും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മെഷർമെൻറ്റ്, എത്ര ചേഞ്ച്. ഇതിൽ ലോ ബീമിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു 1100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2100ലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു നല്ല രീതിയിലുള്ള ചേഞ്ച് തന്നെ നമുക്ക് ലോ ബീമിൽ കിട്ടുന്നുണ്ട്. ഇനി ഹൈ ബീം ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന 1500 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 5700ലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചേഞ്ചാണ്. കാരണം ഇവിടെ 4 ബൾബുകളാണ് നമ്മുടെ ഹൈ ബീമിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടെ കിട്ടുന്നുമുണ്ട്.
അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഈ അപ്ഗ്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് അതിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ചേഞ്ചസ് വരും. അതായത് നമ്മൾ നോർമലി നോക്കുന്നത് എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് പീക്ക് കിട്ടുന്ന ഒരു പോയിന്റിലാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്, ലെക്സ് മീറ്റർ വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. ഈ വാഹനം രാത്രി ഓടിച്ച് നോക്കുക, അന്നേരം എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു ലോ ബീമിൻ്റെ പാറ്റേൺ ഏകദേശം ഇതുപോലെയാണ്, ഹൈ ബീം ഏകദേശം ഈ രീതിയിലാണ് കാണുന്നത്. നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് ത്രോ, അതുപോലെ രണ്ട് സൈഡിലേക്കാണെങ്കിലും നല്ല വൈഡ് സ്പ്രെഡ് കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്ഥിരം റൂട്ട് തന്നെയാണ്, എന്നാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വാഹനോട് ഡ്രൈവ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് പാരാമീറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു റോഡ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോർമലി മുമ്പ് എന്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വേരിയേഷൻ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒരു കമ്പാരിസൺ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ എതിരെയുള്ള വാഹനങ്ങളിൽ നിന്നുള്ള കട്ട് ഓഫ് കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് ഹൈ ബീമിൽ തന്നെയാണ് പോകുന്നത്. ലോ ബീമിലായി കഴിയുമ്പോൾ ഇവിടെയുള്ള വാഹനങ്ങളുടെ മിററിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ ലോ ബീം കട്ട് ഓഫ് പാസ് ചെയ്യുന്നത്. അതായത് ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ലോ ബീം സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. അതുപോലെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറാണ് എല്ലാ ബൾബുകളിലും അല്ലെങ്കിൽ എല്ലാ സ്ലോട്ടുകളിലും, ഫോഗ് ലാമ്പിലായിക്കോട്ടെ, ഹൈ ബീമിലായിക്കോട്ടെ, ലോ ബീമിലായിക്കോട്ടെ, നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇത് വാഹനത്തിൻ്റെ വിസിബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം നമ്മുടെ മഴയുള്ള സമയത്ത് അതുപോലെ തന്നെ ഫോഗുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കളർ ടെമ്പറേച്ചർ വളരെയധികം സഹായകമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വാഹനങ്ങളിലും ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ എപ്പോഴും ലോ ബീമിൽ ഡ്രൈവ് ചെയ്യാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും തന്നെ ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നതുകൊണ്ട് തന്നെ പല പ്രാവശ്യം നമ്മൾ ഹൈ ബീമും ലോ ബീമും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം. അതുപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വിളിച്ചൊരു ഡേറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമാകുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വാഹനവും അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.